ഞാൻ പരതന്നൂർ ശിവരാജ്, ചാനൽ സംപ്രേഷകൻ, ആകാശവാണി പ്രക്ഷേപകൻ, കവി, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ഒക്കെയാണ്. ഏതാണ്ട് 13 വയസ്സ്, അതായത് മലയാളം 7ാം ക്ലാസ് പഠിച്ച് ജയിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ 13ാം വയസ്സ് മുതൽ ഞാൻ കവിത എഴുതി തുടങ്ങി. അതായത് 1943. അതിനുശേഷം കവിതകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 2000 മുതലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതൊരു നിർഭാഗ്യമായി ഞാൻ കരുതുന്നില്ല. പിന്നെ എനിക്കിപ്പോൾ എൻ്റെ പേരിൽ 19 പുസ്തകങ്ങളാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എല്ലാം കാവ്യ പുസ്തകങ്ങളാണ്. അതിൽ 10 ബാലകവിതകളാണ്, ബാലകവിതാ പുസ്തകങ്ങളാണ്. ബാക്കി 9 റൊമാൻറ്റിക് പോയട്രിയാണ്. 19ാമത്തെ പുസ്തകം ഈ മാസത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. പഴഞ്ചൊല്ലുകൾ തരുന്ന പാഠങ്ങൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് ബാലമാർക്ക് വേണ്ടിയുള്ള കുട്ടിക്കവിതകളടങ്ങിയ ഒരു പുസ്തകമാണ്. അത് റിലീസ് ചെയ്ത് ഏതാണ്ട് കഴിഞ്ഞ ആഴ്ചയാണെന്ന് പറയാം. അതിപ്പോൾ നമ്മുടെ കോട്ടയത്തു നിന്നും പുറപ്പെടുന്ന ദീപിക പത്രത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികളുടെ ദീപിക എന്ന പുസ്തകത്തിലേക്ക് തുടരെ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കണമെന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ അത് ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടികളുടെ ദീപികയിൽ അത് മുറയ്ക്കും. ഓരോ മാസവും അതിലുള്ള ഓരോ ഭാഗങ്ങളും വരും. ആ പുസ്തകം മുഴുവനും കുട്ടികൾക്ക് വായിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അവർ ആ സൗകര്യം ചെയ്യുന്നത്. പിന്നെ ഞാൻ പൊതുവേ ഈ ബാലകവിതകൾ എഴുതാൻ എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ഇപ്പോൾ ഇവിടെയുള്ള ബാലകവിതകൾ, സാധാരണയുള്ള ഇതര കവികളുടെ ബാലകവിതകൾ വായിച്ചപ്പോഴാണ്. അതായത് ഈ ബാലകവിതകളെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കുമാരനാശാൻ പറഞ്ഞു, ഈ വല്ലിയിൽ നിന്നും പൂക്കൾ പറന്നു പോകുന്നതിനെ കണ്ട് പറഞ്ഞു. അതൊക്കെ ഭാവനാസാന്ദ്രങ്ങളായ കവിതകളാണ്. അതല്ല, ഇന്നത്തെ കാലത്തെ ഉദ്ബോധനം കുട്ടികൾക്ക് വേണ്ടിയിരിക്കുന്നു. ആനന്ദം മാത്രം കൊടുത്താൽ പോരാ, ഉദ്ബോധനം കൂടെ കൊടുക്കണം. എൻ്റെ കവിതകളെല്ലാം, ബാലകവിതകളെല്ലാം ഉദ്ബോധനം കൊടുക്കുന്നതാണ്. പ്രൊഫസർ MK സാനു എന്നോട് ഒരിക്കൽ നേരിൽ തന്നെ പറയുകയുണ്ടായി, ശിവരാജൻ്റെ കവിതകൾ ഇതര കവികളുടെ ബാലകവിതകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന്. എൻ്റെ ഒരു പുസ്തകത്തിന് കൊള്ളാംകുഞ്ഞി നിന്നിഷ്ടം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയിലും അത് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഇതോടൊപ്പം ഈ കവിത എഴുതുന്നതും കവി എന്നുള്ള നിലയിൽ അല്ലാതെ പ്രശസ്ത വ്യക്തികളെ വീടുകളിൽ പോയി ആദരിക്കുന്ന ഒരു പരിപാടി കൂടെ ഞാൻ നടത്തുന്നുണ്ട്. അതായത് ഗ്രന്ഥശേഖരം ആസ്വാദന വേദിക എന്നൊരു സംഘടന രൂപീകരിച്ചു. ചരമാനന്തരം ആണ് ആളുകളെ ബഹുമാനിക്കുന്നത്, ആളുകളുടെ കാര്യങ്ങൾ പറയുന്നത് ഒക്കെ. പലരുടെ അതും അങ്ങനെയാണ്. പക്ഷേ അത് പോരാ, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ, പ്രശസ്ത വ്യക്തികളെ നമ്മൾ അതിനു മുമ്പേ തന്നെ ആദരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ഒക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആരും അത് അംഗീകരിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ ഏകാംഗമായി ഗ്രന്ഥശേഖരം ആസ്വാദന വേദി സ്ഥാപിച്ചു. സഹൃദയരുമായി വീടുകളിലെത്തി അവർക്ക് ആദരവ് നൽകുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങളെ അവിടെ ഞങ്ങൾ വിശകലനം ചെയ്യും. അങ്ങനെ പോയത് MS ശാസ്ത്രികൾ, വെള്ളായടി അർജുനൻ, ഗൗരിയമ്മ, അങ്ങനെ ഒരുപാട് പേര്, 300ഓളം പേരെ ഞാൻ പോയിരുന്നു. സുമാർ ഇങ്ങനെ ഈ 300ഓളം പേരുടെ വീടുകളിൽ, കാട്ടൂർ നാരായണപിള്ള, ഇങ്ങനെ പറഞ്ഞു പോയാൽ 300 പേരും പേര് പറയാനൊക്കത്തില്ല. നമുക്ക് വീടുകളിൽ പോയി അവർക്ക് ആദരവ് കൊടുത്തു. ഇത്രയും 300 വീടുകളിൽ ഇതിനോടൊപ്പം സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അതിശയകരകാര്യമായിട്ടാണ് ഓരോരുത്തരും പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പുസ്തകങ്ങളുടെ കാര്യം ഇനി പറയാം. 23-24 വർഷത്തിൽ എൻ്റെ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞത് 70,000 രൂപയ്ക്കാണ്. ഈ 70,000 രൂപയ്ക്ക് പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞുവെന്ന് പറഞ്ഞാൽ അത് വളരെ വിരളമാണ്. അത്രയും സാധിച്ചുള്ള ഒരു ചാരിതാർത്ഥ്യനാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകം പഴഞ്ചൊല്ലുകൾ തരുന്ന പാഠങ്ങൾ. ഈ പഴഞ്ചൊല്ലുകൾ തരുന്ന പാഠങ്ങൾ എന്ന പുസ്തകത്തിൽ 52 പഴഞ്ചൊല്ലുകളെ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഈ പയ്യെത്തുന്ന പനയും തിന്നാം എന്ന് പറഞ്ഞാൽ ആ പഴഞ്ചൊല്ല് എന്താണ്, അതിനകത്ത് ഉൾക്കൊണ്ടു നിൽക്കുന്ന അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് വാസ്തവത്തിൽ അറിയില്ല. അതറിയിക്കാൻ വേണ്ടിയാണ് ഈ അങ്ങനെ 52 പഴഞ്ചൊല്ലുകളെ എടുത്ത് ക്രോഡീകരിച്ചിട്ട് ഓരോ പഴഞ്ചൊല്ലിനെക്കുറിച്ചും 4 വരിയുള്ള ചെറിയ കവിതകൾ. അതായത് പയ്യെത്തുന്ന പനയും തിന്നാം, ആനവായിലം പഴങ്ങ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ 4 വരി ചെറിയ ചെറിയ കവിതകളിൽ അത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് വളരെ ചാരിതാർത്ഥ്യം ജനകമാണ് കുട്ടികൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോടും അതിനെപ്പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈ പ്രത്യേകത കണ്ടാണ് ദീപിക, കുട്ടികളുടെ ദീപിക, അവർക്ക് തുടരെ പ്രസിദ്ധീകരിക്കാൻ എൻ്റെ ഈ പുസ്തകം മുഴുവൻ തന്നെ വേണമെന്ന് പറഞ്ഞത്. അത് മുഴുവനും പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോഴത്തേക്കും മലയാളത്തിലുള്ള ശൈലികളെക്കുറിച്ച് ഒരു പുസ്തകം പ്രകാരം ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഏതാണ്ടൊക്കെ എഴുതി തീർന്നു. പഴഞ്ചൊല്ലുകളും ശൈലികളും ഏതാണ്ട് കേട്ടാലും കണ്ടാലും ഒന്നുപോലെ ഇരിക്കുമെങ്കിലും പരമമായ വ്യത്യാസങ്ങളുണ്ട്.
ശൈലികളും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എനിക്കിപ്പോൾ 93 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 93 വയസ്സിലും ഞാൻ നിരന്തരം ഈ കവിതകൾ എഴുതി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒരു പ്രത്യേകതയുള്ള കാര്യമാണെന്നാണ് പത്രക്കാർ കണ്ടെത്തിയത്. ദീപിക എന്ന പത്രത്തിൻ്റെ സാംസ്കാരിക ലേഖിക മഞ്ജുള ആദ്യമായിട്ട് എന്നെ അവരുടെ രാഷ്ട്രദീപിക എന്ന പത്രത്തിൽ എഴുതി. ഞാൻ ഇത്രയും പ്രായമായിട്ടും ഈ പ്രായാധിക്യത്തിലും തുടരെ ഒഴുക്കോടുകൂടി കവിത എഴുതുക മാത്രമല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രദീപിക ഊക്കൻ ലേഖനമാണ് എഴുതിയത്. അത് കണ്ടുടനെ കേരള കൗമുദി എന്നെ വിളിച്ചു. ഒരു ഗംഭീരമായ ലേഖനമാണ് കേരളകൗമുദി എഴുതിയത്. ഗോപിക എന്നതിൻ്റെ ലേഖികയാണ് അത് എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ദേശാഭിമാനി അവിടുത്തെ ലേഖിക സ്വാതി എന്നെക്കുറിച്ച് ഒരു വലിയ ലേഖനം എഴുതി. അതും കഴിഞ്ഞ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജനയുഗം പത്രം അനഘ എന്ന് പറയുന്ന കുട്ടി എന്നെക്കുറിച്ച് നല്ലൊരു ലേഖനം. ഇങ്ങനെ നാല് പത്രങ്ങൾ ഇതിനിടയിൽ ഞാൻ ഈ 93 വയസ്സിലും കവിതകൾ തിരക്കിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യം കണ്ട് വളരെ നല്ല ലേഖനങ്ങൾ എഴുതി. വാസ്തവത്തിൽ ഞാൻ ഇത്ര നാളും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരും തന്നെ അവാർഡുകളാരും തന്നിട്ടില്ല. പക്ഷേ ഈ 4 പത്രങ്ങളുടെയും പ്രശംസ ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കണക്കാക്കുന്നു. അത് പോരാഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ദൂരദർശൻ എന്നെ ഈ കഴിഞ്ഞ ആഴ്ച വന്ന് കണ്ട് പടകിയിരിക്കുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് പോയിരിക്കുകയാണ്. അവരുടനെ തന്നെ അത് സംപ്രേഷണം ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ 4 പത്രങ്ങൾ എന്നെ പ്രശംസിച്ച ഒരു അവാർഡ്, അതിനേക്കാളും വലിയൊരു അവാർഡാണ് ദൂരദർശൻ തരാൻ പോകുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ പരിഗണിക്കുന്നു. പഴഞ്ചൊല്ലുകൾ തരുന്ന പാഠങ്ങൾ എന്ന പുസ്തകത്തിൽ അവതാരി എഴുതിയും കെ ജയകുമാർ IAS ഒരഭിപ്രായം എഴുതിയിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ നീല പത്മനാഭനുമാണ്. അവർ രണ്ടുപേരും ഈ പുസ്തകത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രയോജനപ്രദമാണെന്നും 4 വരി കവിതകളിലാണ് ഓരോ പഴഞ്ചൊല്ലിയും വിവരിച്ചിരിക്കുന്നു എന്നുള്ളത് കുട്ടികൾക്ക് അത് കാണാതെ പഠിക്കാൻ എളുപ്പമാണെന്നും കെ ജയകുമാർ വിശദീകരിച്ചു. മുഖചിത്രം വരച്ചിരിക്കുന്നത് പ്രശസ്ത ചിത്രകാരനായ പ്രൊഫസർ കാട്ടൂർ നാരായണ പിള്ളയാണ്. അദ്ദേഹത്തോട് ഞാൻ ഇതിനൊരു പടം വരയ്ക്കണമെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം വളരെ താമസിയാതെ പടം വരയ്ക്കുകയും എനിക്ക് എത്തിക്കുകയും ചെയ്തു. വളരെ സേവന വ്യവസ്ഥയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. അദ്ദേഹം ഞാനുമായി വളരെ ദീർഘകാലം പരിചയമുണ്ട്. ഞങ്ങൾ തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. അങ്ങനെ ആ പുസ്തകത്തിന് വാസ്തവത്തിൽ മാറ്റും മഹിമയും കൂട്ടിക്കുറിച്ചിരിക്കുന്നത് ഈ പ്രൊഫസർ കാട്ടൂർ നാരായണനുടെ മോഹിതരമാണ്. ആ പുസ്തകം എടുക്കുമ്പോൾ തന്നെ നന്നായിരിക്കുന്ന ഒരു പുസ്തകം എന്നാണ് ഓരോരുത്തരും എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകം ഏതായാലും ഈ ദീപികയിൽ വരുന്നതോടുകൂടി ഇതിന് വളരെ പബ്ലിസിറ്റി ആവും. ഇത് കുട്ടികൾക്ക് വളരെ പ്രയോജനമുള്ള പുസ്തകമാണ്. രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇതിന് 80 രൂപ ഇതിന് വിലയുള്ളൂ. വളരെ തുച്ഛമായൊരു വിലയാണ്. രക്ഷകർത്താക്കൾ പ്രത്യേകിച്ചും അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു പുസ്തകം വാങ്ങിച്ച് കൊടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ആശ്രമകന്യ എന്നൊരു റൊമാൻറ്റിക് പോയട്രി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ അവതാരിക എഴുതിയിട്ടുള്ളത് പ്രശസ്ത സാഹിത്യകാരനും വിമർശകനുമായ P. നാരായണക്കുറുപ്പാണ്. ഈ ആശ്രമകന്യ എന്ന് പറഞ്ഞാൽ ശാകുന്തളം കഥ മൂലകഥ അനുസരിച്ച് ഞാൻ വിവരിച്ചിരിക്കുകയാണ്. കാളിദാസ ശാകുന്തളം പലരും നമുക്ക് തർജ്ജമ പള്ളിക്കൂടങ്ങളിലും കോളേജിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. പക്ഷേ അതിൽ ഈ മൂലകഥയെ വളരെ വ്യതിചരിച്ചാണ് കാളിദാസൻ്റെ ശാകുന്തളം അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം വെറുതെ ആ ദുർവാസാവിനെ കൊണ്ടുവന്നു, ശാപം കൊണ്ടുവന്നു. എന്തിനാ? രാജാവും ശകുന്തളയെ മറന്നു പോകുന്നത് ഇതിനൊരു കാരണം ഉണ്ടാക്കി. രാജാവും മനഃപൂർവ്വം മറന്നതാണ് അത്. പക്ഷേ അതിനൊരു ബഹുലമായി താങ്ങായിട്ട് ദുർവാസാവിൻ്റെ കഥ ഇവിടെ കൊണ്ടുവന്നു. ഞാനത് കൊണ്ടുവന്നിട്ടില്ല. ഈ ശാകുന്തളത്തിൻ്റെ മൂലകഥ മാത്രം എടുത്ത് ശാകുന്തളം പോയട്രി ആയിട്ട് വിവരിച്ചിരിക്കുകയാണ്. അത് വിവരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായി എന്നാണ് P. നാരായണക്കുറുപ്പ് അവതാരിക സൂചിപ്പിച്ചത്. എന്ന് മാത്രമല്ല കാളിദാസൻ രാജാവിനെ ശപിക്കാൻ വേണ്ടി ദുർവാസാവിനെ കൊണ്ടുവരികയായിരുന്നുവെന്നും അത് മുണ്ടശ്ശേരി എടുത്തു പറഞ്ഞ കാര്യമാണെന്നും കൂടി P. നാരായണക്കുറുപ്പ് അവതാരികയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞാൽ ശാകുന്തളത്തിന് മൂലകഥ മാത്രം കണക്കിലെടുത്ത് ഒരു കാവ്യപുസ്തകം ശാകുന്തളത്തെക്കുറിച്ച് ഇറക്കിയിട്ടുള്ളത് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പുസ്തകം വളരെ ചെറിയൊരു പുസ്തകമാണ്. അത് 28 പേജ് മാത്രമേ ഉള്ളൂ. അതിന് വളരെ പ്രശംസ കിട്ടിയിട്ടുണ്ട്. അത് വാസ്തവത്തിൽ സഹൃദയരോട് എനിക്ക് അഭ്യർത്ഥനയുള്ളത് ആ ഒരു പുസ്തകം നിങ്ങൾ വായിക്കണം. കാരണം വ്യത്യസ്തമായിട്ട് ഏകനായിട്ട് ഞാൻ മൂലകഥ മാത്രം അവതരിപ്പിച്ച് എഴുതിയത് എങ്ങനെ ഇരിക്കുന്നു, അത് വിജയിച്ചിട്ടുണ്ടോ, അതിന് മാറ്റും മഹിമയും കുറവുണ്ടോ എന്നുള്ളത് വായനക്കാരായി നിങ്ങൾ നോക്കണമെന്നും എനിക്ക് അഭ്യർത്ഥനയുണ്ട്. ആശ്രമകന്യ വളരെ വില കുറഞ്ഞൊരു പുസ്തകമാണ്. അത് എൻ്റെ പ്രസാധകരെല്ലാം, അതായത് പ്രഭാത് ബുക്ക് ഹൗസ്, കോട്ടയത്തെ സാഹിത്യപ്രവർത്തക സംഘം,
കോഴിക്കോട്ടെ പൂർണ്ണ പബ്ലിക്കേഷൻ. ഇവർ 3 പേരുമാണ് എൻ്റെ പ്രസാധകർ. ഈ പ്രസാധകർ 3 പേരും എൻ്റെ പുസ്തകങ്ങളുടെ മാറ്റർ ചെന്നാൽ ഉടനെ തന്നെ യാതൊന്നും നോക്കാതെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനു മുമ്പേ തന്നെ യൂട്യൂബിൽ ചെപ്പ് തുറന്നാൽ എന്നൊരു ചാനൽ ഞാൻ തുറന്നിരുന്നു. ആ ചാനലിൽ എൻ്റെ ഒരു 4-5 കവിതകളും അതിൽ പ്രൊഫസർ ചന്ദ്രബാബു, ഡോക്ടർ MR തമ്പാൻ, ശ്രീകുമാർ മുഹത്തല, ഡോക്ടർ അശ്വതി P നായർ എന്നിവർ ചർച്ചാവേദി സംബന്ധിച്ചിരുന്നു. എൻ്റെ വീട് മുറ്റത്ത് വെച്ചായിരുന്നു ആ ചർച്ചാവേദി. എൻ്റെ കവിതാ രചനയ്ക്ക് ഒരു ചരിത്രമുണ്ട്. കൊച്ചിലെ തന്നെ എനിക്ക് മൂളിപ്പാട്ടുകളുമൊക്കെ കേൾക്കുന്നതിന് വലിയൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ പരതന്നൂർ ഗ്രാമപ്രദേശത്ത് ഒരു പുരാതന കുടുംബമായിരുന്നു. അവിടെ ജോലിക്ക് 1-2 പെൺകുട്ടികൾ കാണുമായിരുന്നു. അവർ പകൽ ജോലി ചെയ്തിട്ടും വീട്ടിൽ പോകില്ല, രാത്രി അവിടെ തന്നെ കിടക്കും. അപ്പോൾ അവർ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചൊരുങ്ങിയൊക്കെ വന്നിരിക്കുമ്പോൾ തളത്തിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ ചില പാട്ടുപുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് വായിച്ച് കേൾപ്പിച്ചിരുന്നു. എന്ന് വെച്ചാൽ അവർക്കൊരു റിലാക്സേഷന് വേണ്ടി. അപ്പം ഞാനും കൊച്ചിലെ ഈ അവരിരിക്കുമ്പോഴൊക്കെ അവരുടെ കൂടെ ഇരുന്ന് ഈ പാട്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി, എന്താ ഇതുപോലുള്ള വരികളൊക്കെ നമുക്ക് എഴുതാവുന്നതല്ലേ എന്നൊരു മനസ്സിലൊരു ചിന്ത ഉണ്ടായി. എഴുത്തൊന്നും തുടങ്ങിയില്ല. അതുപോലെ തന്നെ വീട്ടിലെ ഈ കൃഷിക്കുള്ള വയലുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞാനും ഞാറ് നടുമ്പോൾ ഞാനും പോയി. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഞാറ് നടുമ്പോൾ ഒരു പാട്ട് പാട്ടുന്നുണ്ട്. ആ പാട്ട് കേട്ടു. ആ പാട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഈ പാട്ടുകളൊക്കെ വെച്ചുകൊണ്ട് ഇരുന്നപ്പോൾ എൻ്റെ കാലാന്തരത്തിൽ വെച്ചപ്പോഴാണ് ഞാൻ 13ാമത്തെ വയസ്സിൽ കവിതകൾ എഴുതി തുടങ്ങിയത്. ഈ കവിതകൾ എഴുതി വന്ന് ഗ്രാമപ്രദേശത്തുള്ള മാസികകളിൽ കൊടുത്തു. അവർ അതെല്ലാം പ്രസിദ്ധീകരിച്ചു. ഒരു കവിതയും തിരിച്ച് അവരാരും അയച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനെപ്പറ്റി പ്രത്യേകത. അത് കഴിഞ്ഞ് പിന്നെ ആനുകാലികളിലൊക്കെ എഴുതി തുടങ്ങി ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്തും കോളേജ് വിദ്യാഭ്യാസ കാലത്തുമാണ്. കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന കുങ്കുമം, കേരള ശബ്ദം അന്നത് വളരെ പ്രചാരമുണ്ടായിരുന്ന 2 പ്രസിദ്ധീകരണങ്ങളായിരുന്നു. ഇവർ രണ്ടും എന്നെ വളരെ സഹായിച്ചു കവിതകൾ പ്രസിദ്ധീകരിക്കാനും ചെറിയ ചെറിയ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാനും. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തു നിന്നുള്ള കേരള കൗമുദി വരാത്ത പതിപ്പിൻ്റെ പല കവിതകളും പ്രസിദ്ധീകരിച്ച് എനിക്ക് പ്രോത്സാഹനം തന്നു. അത് എനിക്ക് വളരെ വളരെ പ്രസിദ്ധനാക്കാൻ ഇടവരുത്തി. അത് കഴിഞ്ഞ് പിന്നെ പുസ്തക രചന എന്ന് പറയുന്നത് ഞാൻ തുടങ്ങി. പുസ്തകരചന തുടങ്ങില്ല, കാവ്യരചന തുടങ്ങിയെങ്കിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് എനിക്ക് ആ കാലത്തങ്ങനെ സാധ്യമാകാതെ വന്നു. അതിനുശേഷം പിന്നെ ഞാൻ BA വിദ്യാഭ്യാസം കഴിഞ്ഞു. പിന്നെ ജേർണൽസ് ആൻഡ് ഡിപ്ലോമയൊക്കെ എടുത്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഈ തിരുവനന്തപുരത്ത് ആർക്കൈവ് മോട്ടേഴ്സിൽ കുറേ കാലം ജോലി ചെയ്തു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നാഷണലൈസ് ചെയ്തു, ദേശീയകരിച്ചു ആ കമ്പനി, RKV എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഞാൻ ഡീത്രോൺഡ് എംപ്ലോയി ആയി. അങ്ങനെയാണ് ഞാൻ KSRTCയിൽ ജീവനക്കാരനായി മാറിയത്. അവിടെ ഞാൻ എത്തിയപ്പോൾ അവിടെ ഒരു ആനുകാലികം മുടങ്ങിക്കിടന്നിരുന്നു, ട്രാൻസ്പോർട്ട് റിവ്യൂ. ആ ആനുകാലികത്തിന് ഞാൻ ജീവൻ കൊടുത്തു, പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ജേർണൽസ് ആൻഡ് ഡിപ്ലോമയൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ എൻ്റെ എഡിറ്ററായിട്ട് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിന് ആ മാസികയെ നല്ല മാസികയാക്കി. അന്ന് നാമമാത്രമായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ. അതിനുശേഷം 1986 ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ അത് ജീവനക്കാർ 30,000 എംപ്ലോയീസിനും ഫ്രീ ആയിട്ട് കൊടുക്കത്തക്ക നിലയിൽ അതിനെ ഞാൻ കൊണ്ടെത്തിച്ചിരുന്നു. 2000 ആണ്ടിലാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ മാത്രം എന്ന ആ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചപ്പോൾ എനിക്ക് പിന്നെ അടുത്ത എൻ്റെ പുസ്തകം ഉണ്ടാവുമോ എന്ന യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. അടുത്ത് പിന്നെ അങ്ങനെ എഴുതിയ കവിതകളൊന്നും ബാക്കിയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീണ്ടും ഞാൻ ആദ്യമായിട്ട് ഈ ഇഷ്ടമെങ്കിൽ മാത്രം കഴിഞ്ഞിട്ട് നുണയൻ്റെ ഈ തൂമധുരം എന്നൊരു ബാലകവിതാ സമാഹാരം ഇറക്കി. ആ ബാലകവിതാ സമാഹാരം നല്ല ഒരു മാർക്കറ്റാണ് നേടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാലകവിതാ സമാഹാരങ്ങളും റൊമാൻറ്റിക് കവിതാ സമാഹാരങ്ങളും ഇറക്കി. അങ്ങനെ ഇപ്പോൾ ഒരു 19 പുസ്തകം എൻ്റെ വകയായിട്ടുണ്ട്. അതിൽ 10 ബാലകവിതാ സമാഹാരങ്ങളും മറ്റു 9 റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്നതുമാണ്. ഈ പുസ്തകങ്ങൾ എല്ലാം തന്നെ 2023-24 വർഷത്തിൽ
വളരെ എന്നെ തന്നെ അതിശയിപ്പിക്കുന്ന, എന്നെ മാത്രമല്ല എൻ്റെ പ്രസാധകരായ പ്രഭാത് ബുക്കൂസിനെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ അത് 10,70,000 രൂപയ്ക്ക് ആ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു. കേരളത്തിലെ വായനശാലക്കാർ എൻ്റെ പുസ്തകങ്ങൾ വാങ്ങിച്ച് സഹായിച്ചിട്ടുള്ളത് ഞാൻ കടപ്പാടോടുകൂടി ഓർമ്മിക്കുന്നു. അവരാണ് എന്നെ നിലനിർത്തതെന്ന് കരുതുന്നു.